തുടങ്ങിയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ക്യാമ്പിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത ബാലസാഹിത്യകാരൻ സി.ആർ. ദാസ് നിർവഹിച്ചു. കളിയും ചിരിയും കവിതകളുമായി സി.ആർ. ദാസ് കുട്ടികളോടൊപ്പം ഏറെ നേരം സംവദിച്ചു. കിളിയോടൊപ്പം കൊത്തു പറന്നോളിൻ, ഒത്തുപിടിച്ചോളിൻ. മുഖ്യാതിഥിയായി ബാലസാഹിത്യകാരി കുമാരി ദർശന പങ്കെടുത്തു. വളരെ രസകരമായ പാട്ടുകളും കവിതകളും കഥകളും ധാരാളം അറിവുകളും പകരുന്ന ഒന്നായിരുന്നു ആദ്യത്തെ സെഷൻ. ഞാനാര് ക്യാമ്പിൻ്റെ ഒന്നാം ദിന ക്ലാസ് പത്മശ്രീ ടീച്ചർ, ദീപ ടീച്ചർ, ജ്യോതി ടീച്ചർ, ശ്രീജ ടീച്ചർ, സിദ്ധാർത്ഥ് മാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടന്നത്. ക്യാമ്പിൻ്റെ ദൈനംദിന പ്രവർത്തനമായ ചിന്താവിഷയം അവന്തിക അവതരിപ്പിച്ചു. കുഞ്ഞുണ്ണി മാഷിന്റെ വചനമായ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുമ്പോൾ വായിക്കാൻ ഒരു പുസ്തകം കയ്യിൽ കരുതുക എന്നതായിരുന്നു ചിന്താവിഷയം. ക്യാമ്പിന്റെ മറ്റൊരു ദൈനംദിന പ്രവർത്തനമായ ക്വിസിൽ ഹംദയ്ക്ക് 1ാം സ്ഥാനവും വൈശാഖിക്ക് 2ാം സ്ഥാനവും ലഭിച്ചു. ക്യാമ്പിന്റെ 1ാം ദിവസം വാർത്ത വേദ അവതരിപ്പിച്ചു. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന സെഷൻ ആയിരുന്നു അടുത്തതായി നടന്നത്. ഞങ്ങൾ കുട്ടികൾ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തി. ഗാന്ധിജി, ഡോക്ടർ APJ അബ്ദുൽ കലാം തുടങ്ങി മഹത് വ്യക്തികളെ കൂടുതൽ അടുത്തറിയാൻ സഹായകമാവുന്ന ചില വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു ക്യാമ്പിന്റെ സംഘാടകർ ഒരുക്കിയത്. വൈകുന്നേരം 8 മണിയോടെ ആരബി വനിതാവേദി സംഘാടകർ ഒരുക്കിയ സ്വാദിഷ്ടമായ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കഴിച്ച് ക്യാമ്പ് അവസാനിച്ചു. ആരബി ഗ്രന്ഥശാല ഒരുക്കിയ ഈ ക്യാമ്പിൽ അംഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഇങ്ങനെ ഒരു ക്യാമ്പ് ഒരുക്കി തന്ന ആരബി സംഘാടകർക്ക് ഒത്തിരി നന്ദി. വീണ്ടും 2ാം ദിവസത്തെ ക്യാമ്പിന്റെ വിശേഷങ്ങളുമായി നമുക്ക് ഒത്തുചേരാം. നന്ദി. ഇത്രയും സമയം നമ്മളോട് ക്യാമ്പിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചത് ദർശനയാണ്. ദർശനയ്ക്ക് അഭിനന്ദനങ്ങൾ. കൂടുതൽ ക്യാമ്പിന്റെ വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.